സോ ഇതാണ് നിങ്ങളിൽ ഒരുപാട് പേര് കാത്തിരുന്ന പോക്കോ F7 എന്ന ഈ ഒരു ഫോണിന്റെ അൺബോക്സിംഗ്. ഈ ഫോണിന്റെ സ്റ്റാർട്ടിംഗ് ഓഫർ പ്രൈസ് ആണ് 29,999. പിന്നെ പോക്കോ നോർമലി ചെയ്യാറുള്ളത് പോലെ ഇവിടെ സെയിം സംഭവമാണ്, അതായത് സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സ് എല്ലാം ഈ ഫോണിൽ കുത്തി നിറച്ച് തന്നിട്ടുണ്ട്. സോ ഇന്നലെയാണ് ഫോൺ കിട്ടിയത്. സോ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ, ഒരു ക്വിക്ക് ഇനീഷ്യൽ റിവ്യൂ എന്നൊക്കെ പറയാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഫോണിന്റെ ഡീറ്റെയിൽ റിവ്യൂ വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോണുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ബ്ലാക്ക് കളർ കേസ്, ഡോക്യുമെന്റ്സ്, ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിങ് കേബിൾ. ലെറ്റ്സ് റോൾ പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ഈ ഡിസൈനിനെ കുറിച്ചൊന്ന് സംസാരിക്കണം. ഓക്കെ, ഇറ്റ്സ് വെരി നൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. എനിക്ക് ഇങ്ങനത്തെ സൊഫിസ്റ്റിക്കേറ്റഡ് ഡിസൈൻസ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ ലോഗോ ഒക്കെ വരുന്നുണ്ട്, നല്ലൊരു 3D എഫക്റ്റ് ഒക്കെ. ഓക്കെ, സ്നാപ്ഡ്രാഗൺ ലോഗോ ഉണ്ട്. പിന്നെ കുറേ ഇങ്ങനെ പാറ്റേൺസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ OIS ക്യാമറ, ഇവിടെ റെഡ് ട്രയാങ്കിൾ ഉണ്ട്, ഇതാണ് ക്യാമറ മോഡ്യൂൾ. അതും സ്പ്ലിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ലിമിറ്റഡ് എഡിഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. താഴെ പോക്കോയുടെ ബ്രാൻഡിങ് ഒക്കെ. നിങ്ങൾക്ക് കുറച്ചും കൂടി എലിഗൻറ്റ് സിമ്പിൾ ലുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഒരേ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ പോർഷൻ കണ്ടോ, ഈ ഒരു സിൽവർ പോർഷൻ താഴത്തെ ഭാഗം, അത് മാറ്റ് ഫിനിഷ് കൊടുത്തിരുന്നെങ്കിലുണ്ടല്ലോ പിന്നെ ഒന്നും നോക്കാനില്ല, കിടിലൻ. ഇപ്പോഴും നല്ല ഡിസൈനാണ്, പക്ഷേ മാറ്റ് ആയിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, മാറ്റ് വരുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് മാറ്റ് ഫിനിഷ് തൊടുമ്പോൾ ഒരു നല്ലൊരു ഫീലാണ്. സെക്കൻഡ്, ഗ്ലോസി ഷൈനി ഫിനിഷ് ആയതുകൊണ്ട് ഭയങ്കര ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ആണ്. നമ്മുടെ കൈയുള്ള അഴുക്കൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും എൻ്റെ മേളിലൊക്കെ. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഫോണിന്റെ റൈറ്റ് സൈഡിലാണ് വോളിയം റോക്കർ ആൻഡ് പവർ ബട്ടൺ. മേളിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്. താഴെ സിം സ്ലോട്ട്, മൈക്ക്, ടൈപ്പ് സി USB പോർട്ട് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കർ സ്ലോട്ട്. സിം ട്രേ നോക്കുകയാണെങ്കിൽ ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് തന്നിരിക്കുന്നത്. സോ ബാക്കി എല്ലാ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫോണിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസിന്റെ ബിൽഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ചുറ്റുമുള്ള ഫ്രെയിം മെറ്റാലിക് ഫ്രെയിം ആണ്. ഇത്തവണ പോക്കോ F7 മെറ്റൽ ഫ്രെയിം ആണ് പോക്കോ തന്നിരിക്കുന്നത്. സോ ഒരു ഗ്ലാസ് മെറ്റൽ സാൻഡ്വിച്ച് ഡിസൈനിലാണ് വരുന്നത്. ദാറ്റ് ഇസ് റിയലി നൈസ് ആക്ച്വലി. സോ കയ്യിലെടുക്കുമ്പോൾ അതിന്റെ ഒരു പ്രീമിയം ഫീൽ ഉണ്ടല്ലോ, മെറ്റൽ ഫ്രെയിമും ഗ്ലാസ് ബാക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു പ്രീമിയം ഫീൽ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ആൻഡ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗൊറില്ല ഗ്ലാസ് 7 ആയിട്ട് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഈ ഫോൺ IP68 ആൻഡ് 69 സർട്ടിഫിക്കേഷനുമായാണ് വരുന്നത്. എന്നാൽ ഒരു കാര്യം എന്തായാലും എടുത്ത് പറഞ്ഞേ പറ്റൂ, അത്യാവശ്യം ഹെവി ഫോണാണ്. 222 ഗ്രാം ആണ് വെയിറ്റ്. ഓക്കെ, അതായത് വെയിറ്റിനുള്ള കാരണം അറിയാലോ, ഈ ഫോണിൽ വലിയ ബാറ്ററി, യമണ്ടൻ, മഹായമണ്ടൻ, ഗജയമണ്ടൻ, ബ്രഹ്മാണ്ഡ ബാറ്ററി ബ്രഹ്മാണ്ഡ ബാറ്ററി, അതായത് 7550 mAh ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, പ്രോപ്പർ പവർ ബാങ്ക് ആണ്. അതായത് ഈ ഫോൺ ആക്ച്വലി നമുക്ക് പവർ ബാങ്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം ബാറ്ററി ചാർജിങ് ഡിപ്പാർട്ട്മെന്റിൽ. പിന്നെ അത്യാവശ്യം വീതിയുള്ള ഫോണാണ്, കാരണം ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത് ഐ തിങ്ക് ഈ പ്രൈസ് സെഗ്മെന്റിൽ ഏറ്റവും വലിയ ഡിസ്പ്ലേ ആയിരിക്കും. 6.83 ഇഞ്ച് സൈസുള്ള 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്മൂത്ത്നെസ് ഒക്കെ അറിയാനുണ്ട്. 1700 Hz HBM ബ്രൈറ്റ്നസും 3200 Hz പീക്ക് ബ്രൈറ്റ്നസ് ആയതുകൊണ്ട് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. ഇൻഡോർ, ഔട്ട്ഡോർ, വെയിൽ, വെളിച്ചം എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഉള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർലി വായിച്ചെടുക്കാൻ പറ്റും. ഷവോമി, പോക്കോ ഫോൺസിൽ ഈ പറയുന്ന ബ്രാൻഡുകൾ ഒരിക്കലും ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെന്റിൽ പിശുക്ക് കാണിക്കാറില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇവിടെയും അങ്ങനെ തന്നെയാണ്. ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ചുറ്റുമുള്ള ബെസൽസ് കണ്ടില്ലേ, യൂണിഫോം ബെസൽസ് ആണ്, നല്ല സ്ലിം ബെസൽസ് ആണ് വരുന്നത്. പിന്നെ HDR സർട്ടിഫിക്കേഷൻ മാത്രമല്ല, അതെന്തായാലും യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലും കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഡിസ്പ്ലേ ഡോൾബി വിഷൻ സർട്ടിഫൈഡ് ആണ്. സോ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ HDR ആൻഡ് ഡോൾബി വിഷൻ വീഡിയോസ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഓൾസോ വെരി നൈസ്. പിന്നെ ലോ ബ്രൈറ്റ്നസിൽ ഫ്ലിക്കറിംഗ് കുറയ്ക്കുന്ന 3840 Hz PWM ഡിമ്മിംഗ് വരുന്നുണ്ട്. TUV റൈൻ ലൈൻ ലോ ലൈറ്റ് സർട്ടിഫിക്കേഷനുമായി വരുന്ന ഡിസ്പ്ലേ ആണ്. സോ തീർച്ചയായിട്ടും ഈ പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ ദി ബെസ്റ്റ് ഡിസ്പ്ലേ എന്നൊക്കെ പറയാൻ പറ്റും. കൂടെ വന്നിരിക്കുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ നല്ലോണം വർക്ക് ആവുന്നുണ്ട്, നല്ല ഫാസ്റ്റ് ആണ്. ഹെഡ്ഫോൺ ജാക്ക് ഒന്നും വരുന്നില്ല. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പെർഫോമൻസ് ഓക്കെ ആണ്, അതായത് ചെറിയ ബേസ് ഒക്കെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ വോളിയം കുറച്ചും കൂടി ആവുമായിരുന്നു എനിക്ക് തോന്നി. വോളിയം ലേശം കുറവാണ്. പിന്നെ പോക്കോ എന്ന ബ്രാൻഡ് നോർമലി അവരുടെ F സീരീസ് ഫോണിൽ ആ ഫോൺ വരുന്ന പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റ് ആണ് തരുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8S Gen 4 ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിന് മുമ്പ് iQOO Neo 10ൽ കണ്ട ചിപ്സെറ്റ് ആണ്. വളരെ നല്ല ചിപ്സെറ്റ് ആണ്, നല്ലോണം പെർഫോം ചെയ്യുന്ന ചിപ്സെറ്റ് ആണ്. അങ്ങനെ ഓവർ ഹീറ്റിംഗ് ഇല്ല, പ്ലസ് നല്ല സ്റ്റേബിൾ ചിപ്സെറ്റ് ആണ്. അത് കണ്ടില്ലേ, ഞാൻ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 81% ആണ് കിട്ടിയത്. നല്ല പച്ച ഗ്രാഫാണ്. സോ പോക്കോ ഈ ഒരു ചിപ്സിന് നല്ലോണം തന്നെ ട്യൂൺ ചെയ്തിട്ടുണ്ട്. 1.9 million to 2 million വരെയുള്ള AnTuTu സ്കോറും ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയിരുന്നു. ഓക്കെ, സോ വെരി വെരി ഗുഡ് ചിപ്സെറ്റ്. പ്ലസ് എനിക്കൊരു കാര്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതായത് ഈ 8GB 128GB സിൻഡ്രോം ഉണ്ടല്ലോ, അതിപ്പോഴും അതാരത്
കാറ്റാണ്. എനിവേ സോ ഈ 30,000-35,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പല ഫോൺസിനെ ബാധിക്കുന്ന ഒരു സിൻഡ്രോമാണ് 8GB 128GB. ഈ ഫോണിന് എന്തായാലും ആ ഒരു സിൻഡ്രോം ബാധിക്കുന്നില്ല. നേരെ 12GB ആണ് സ്റ്റാർട്ടിങ്. സോ 12GB 256GB ആൻഡ് 12GB 512GB ആണ് രണ്ട് റാം സ്റ്റോറേജ് വേരിയൻസ്. LPDDR5X റാം ആൻഡ് UFS 4.1 സ്റ്റോറേജ് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി നൈസ്. സോ ഈ പ്രൈസിൽ ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന ഒരു ഫോൺ ആയിരിക്കും പോക്കോ F7. ഇതിന്റെ ഗെയിമിംഗ് പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി BGMI എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് വിയർഡ് ആയിട്ട് തോന്നി. അതായത് 90 FPS വരെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, എക്സ്ട്രീം പ്ലസ് വരെ. Qualcomm Snapdragon 8s Gen 4 ചിപ്സെറ്റിന് ഈസിലി 120 FPS വരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കമോൺ പോക്കോ 120 FPS കൊടുക്കേണ്ടതായിരുന്നു. ഇനി ഞാൻ അവരോട് സംസാരിച്ചിരുന്നു, അവർ പറയുന്നതനുസരിച്ച് ഒരു അപ്ഡേറ്റ് വരും. അപ്ഡേറ്റിന് ശേഷം ഈ ഫോണിൽ നമുക്ക് 120 FPS കളിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം തൽക്കാലം 90 FPS ആണ്. ആ 90 FPS വളരെ നല്ലോണം, ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, പോക്കോ ആണ്, പിന്നെ BGMI ആണ്, പിന്നെ 8s Gen 4 ആണ്. സോ വളരെ നല്ലോണമാണ് പോക്കോ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. 85-90 FPS കിട്ടുന്നുണ്ട്. COD എടുത്ത് നോക്കിയപ്പോൾ അവിടെ നമുക്ക് ഈസിലി ഔട്ട് ഓഫ് ദ ബോക്സ് 120 FPS കിട്ടുന്നുണ്ട്. നല്ല സ്റ്റേബിൾ 120 FPS നമുക്ക് CODയിൽ ഗെയിമിംഗ് ചെയ്യാൻ പറ്റും. ഗെൻഷിൻ ഇമ്പാക്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അവിടെയും നമുക്ക് 58, 59, 60 FPS-ലാണ് കളിക്കാൻ പറ്റുന്നത്. സോ തീർച്ചയായിട്ടും ക്വിക്ക് റിവ്യൂ, ഇനീഷ്യൽ റിവ്യൂവിൽ ഗെയിമിംഗ് പെർഫോമൻസ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. നിങ്ങൾക്ക് റിവ്യൂവിൽ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കുക. അതിൽ ഞാൻ കൂടുതൽ, അതായത് ഈ FPS മീറ്ററും ട്രാക്കിംഗ് ഒക്കെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഹീറ്റിംഗ് എനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. ഓക്കെ, വാം ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, തീർച്ചയായിട്ടും വാം ആവും. അതായത് നമുക്ക് ഇവിടെ വാംത്ത് ഫീൽ ആവും. പ്ലസ് ഇത് മെറ്റൽ ഫ്രെയിം ആയതുകൊണ്ട് ഫ്രെയിമിലും ചെറിയൊരു ചൂട് നമുക്ക് ഫീൽ ആവും. അടുപ്പിച്ച് അൺടു അറിയാലോ, നല്ല ഭയങ്കര ടെസ്റ്റാണ്. സോ അൺടു ടെസ്റ്റ് 2-3 തവണ റൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് സൈക്കിളിൽ 40-41 ഡിഗ്രി വരെ പോയി. അതിനുശേഷം പിന്നെ 36-37 ഡിഗ്രി ഉണ്ടായിരുന്നുള്ളൂ. സോ ഇതിൽ കൊടുത്തിരിക്കുന്ന വേപ്പർ ചേമ്പർ കൂളിംഗ് സംവിധാനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അതായത് ടെമ്പറേച്ചർ ഒന്ന് കൂടാൻ പോകുമ്പോൾ അത് തണുപ്പിച്ച് താഴേക്ക് കൊണ്ടുവരുന്നുണ്ട്. പോക്കോ UI ഉള്ള ഷവോമിയുടെ HyperOS 2.0 ബേസ്ഡ് ഓൺ Android 15 ആണ് വരുന്നത്. 3 വർഷത്തേക്കുള്ള OS അപ്ഡേറ്റിന്റെ പ്രോമിസ് ഷവോമി ഇവിടെ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓക്കെ. സോ ഇതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്, നല്ല സ്മൂത്ത് ആണ്. ആനിമേഷൻസ് ഒക്കെ കണ്ടില്ല, നല്ല സ്മൂത്ത് ആനിമേഷൻസ് ആണ്. പക്ഷേ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്നറിയോ, 2 വർഷം അല്ലെങ്കിൽ 1.5 വർഷം മുമ്പ് വരെ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ബാക്കിയെല്ലാം US, ColorOS ആണെങ്കിലും One UI ആണെങ്കിലും അവരൊക്കെ അപ്ഗ്രേഡ് ആയി, കുറച്ചുകൂടി മോഡേൺ ആയി. സോ ഇതും ഷവോമിയുടെ HyperOSും പിന്നെ പോക്കോയുടെ UI ആണെങ്കിലും ഒന്ന് അപ്ഗ്രേഡ് ആവാനുണ്ട്. ബാക്കി സോഫ്റ്റ്വെയർ സ്മൂത്ത്നെസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എൻ്റെ ഇനീഷ്യൽ യൂസിൽ ബഗ്സും സ്റ്റട്ടേഴ്സും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഒരു ലോഡ് ബ്ലോട്ട്വെയർസ് ആണ് ഇട്ട് തന്നിരിക്കുന്നത്. 10-12 എണ്ണം ഉണ്ടെന്ന് തോന്നി. നമ്മുടെ ഈ ഏറ്റവും ഫേവററ്റ് ആയ ബബിൾ ഷൂട്ടർ, ഇപ്പോൾ ഒന്നൊന്നല്ല 2 ബബിൾ ഷൂട്ടർ ഉണ്ട്, നമ്മുടെ 2 ബ്ലോക്ക് ബ്ലാസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം എടുത്ത് കളയേണ്ടി വരും. പിന്നെ ഗെറ്റ് ആപ്സ് ഉണ്ട്, നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റൂല. സോ അതിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ടേൺ ഓഫ് ചെയ്ത് വെച്ചേക്കും. ബാക്കി ആഡ്സും റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊന്നുമില്ല. AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഗൂഗിൾ ജെമിനി വരുന്നുണ്ട്, സർക്കിൾ ടു സെർച്ചിന്റെ ഓപ്ഷൻ ഉണ്ട്, AI റൈറ്റർ അതായത് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഇനീഷ്യൽ യൂസിൽ 5G ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. 15 5G ബാൻഡ്സ് ആണ് തന്നിരിക്കുന്നത്. ലേറ്റസ്റ്റ് Wi-Fi 7, Bluetooth 6 ഒക്കെ വരുന്നുണ്ട്. NFC-യും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേ ചെയ്യാൻ പറ്റും. ഹാപ്റ്റിക്സ് നല്ലതാണ്. ഓക്കെ, നല്ല ഹാപ്റ്റിക് എക്സ്പീരിയൻസ് ആണ്. അതായത് ഡെഡിക്കേറ്റഡ് ഹാപ്റ്റിക് മോട്ടോഴ്സ് തന്നിട്ടുണ്ട്. എന്നാൽ എൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സജഷൻ ആണ്, ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ഇതിൻ്റെ അകത്ത് ഷവോമിയുടെ ആ ഒരു ഇമോജി കീബോർഡ്, എന്തോ കീബോർഡ്, ആ കീബോർഡാണ് വരുന്നത്. അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് നേരെ ഗൂഗിൾ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് G ബോർഡ് ഉണ്ടല്ലോ, അത് ഓൾറെഡി ഉണ്ട്, അത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുമ്പോഴും വളരെ നല്ല ഹാപ്റ്റിക് എക്സ്പീരിയൻസ് കിട്ടും. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ 7550 mAh ബ്രഹ്മാണ്ഡ ബാറ്ററിയാണ് ഈ ഫോണിലിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, 2 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് ഈസിലി കിട്ടും. ഏകദേശം ഒരു എൻ്റെ ഇനീഷ്യൽ ടെസ്റ്റ് മാത്രമാണ്. ഓക്കെ, കാരണം അറിയാലോ ഈ ഫോൺസിൽ ബാറ്ററി പെർഫോമൻസ് ഇമ്പ്രൂവ് ആവും നമ്മൾ ഉപയോഗിക്കും തോറും. ഇനീഷ്യലി ഒരു 12-13 മണിക്കൂറിൻ്റെ സ്ക്രീൻ ഉണ്ടായി നിങ്ങൾക്ക് ഈസിലി കിട്ടുന്നുണ്ട് ഈ ഫോണിൽ. അതായത് 1.5 ദിവസം എന്തായാലും കണ്ണടച്ച് കിട്ടും. ഒന്ന് നിങ്ങൾ മോഡറേറ്റ് സിമ്പിൾ യൂസ് ഒക്കെ ആണെങ്കിൽ 2 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് തരുന്നുണ്ട്. അതായത് പ്രോപ്പർ പവർ ബാങ്ക് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 22.5 വാട്ട്, അതായത് റിവേഴ്സ് വൈഡ് ചാർജിങ് ഉണ്ടല്ലോ, ഈ ഫോൺ വെച്ച് നമുക്ക് മറ്റ് ഐഫോൺസും ബാക്കി ഫോൺസൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. 22.5 വാട്ടിൽ ബോക്സിൽ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. അത് വെച്ച് നമുക്ക് ഇതിൻ്റെ വലിയ ബാറ്ററി 1 മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. 50 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സലിൻ്റെ ആണ് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, അതായത് മെയിൻ ക്യാമറ. എനിക്ക് തോന്നുന്നു പോക്കോ ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അങ്ങനെ ഭയങ്കര മോശം പെർഫോമൻസ് ഒന്നുമല്ല, പക്ഷേ ഇത്രയും നല്ലൊരു ചിപ്സെറ്റ്, ഈ ഒരു നല്ല ചിപ്സെറ്റ് വരുമ്പോൾ ഗെയിമിംഗ് പെർഫോമൻസ് മാത്രമല്ല നല്ല ISPയും കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ഓക്കെ പ്രോസസ്സിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതായത് പോർട്രേറ്റ് ഫോട്ടോസ്, ഹ്യൂമൻ സബ്ജക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ പോർട്രേറ്റ് ഫോട്ടോസ് ഓക്കെ ആണ്, എഡ്ജ് കട്ടൗട്ടൊക്കെ ഇറ്റ്സ് ഫൈൻ, അങ്ങനെ വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. 1x and 2x പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. മെയിൻ ക്യാമറ വെച്ചാണ് ക്രോപ്പ് ചെയ്ത് എടുക്കുന്നത്. പക്ഷേ നമ്മൾ നോർമൽ മോഡിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ 1x ആണെങ്കിലും 2x ആണെങ്കിലും കണ്ടില്ലേ, സ്കിൻ ടോൺ എന്തോ പ്രശ്നമുണ്ട്. പോക്കോയുടെ ഫോൺസിൽ ഉള്ള ഒരു പ്രശ്നമാണ് സ്കിൻ ടോൺ. ബാക്കി നോർമൽ ഫോട്ടോസ് എടുക്കുമ്പോൾ പൂക്കളും ചെടികളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര കളർഫുള്ളും ഭയങ്കര കോൺട്രാസ്റ്റി വാം ടോണുള്ള ഫോട്ടോസ് ആണ് കിട്ടുന്നത്. ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, ഞാൻ എടുത്ത ചില ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാം. ഇനി അങ്ങോട്ട് അപ്ഡേറ്റ് അയച്ച് അത് ഇമ്പ്രൂവ് ചെയ്ത് കൂടാന്നില്ല. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അൾട്രാവൈഡ് ക്യാമറ അറിയാലോ, 8 മെഗാ പിക്സലാണ്. സോ ആ
ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ മെയിൻ ക്യാമറ വെച്ച് നമുക്ക് മാക്സിമം 4K 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 60 FPS കൊടുക്കാമായിരുന്നു. എനിവേ 30 FPS വളരെ ഡീസൻറ്റ് വീഡിയോ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. സ്റ്റെബിലൈസേഷൻ ഉണ്ട്, സോ കുലുക്കമില്ലാത്ത വീഡിയോസ് നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. സെൽഫി ക്യാമറ പെർഫോമൻസും ഓക്കെ ആണ്. ചെറിയൊരു സ്കിൻ സ്മൂത്തനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റും. ബാക്കി എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. നല്ല ബ്രൈറ്റ് സെൽഫി ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. സോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോക്കോ F7 സെൽഫി ക്യാമറ വെച്ച് എടുത്തുകൊണ്ടിരിക്കുന്ന 1080p 30 FPS വീഡിയോ ആണ്. ഇതിൽ 4K വരുന്നില്ല. ഐ ഡോണ്ട് നോ വൈ. 4K കൊടുക്കേണ്ടതായിരുന്നു. ഇത്രയും പവർഫുൾ 8S Gen 4 ചിപ്സെറ്റ് ഉണ്ടായിട്ടും ഈ പ്രൈസ് റേഞ്ചിൽ എല്ലാ ഫോണിലും ഇപ്പം സെൽഫി ക്യാമറയിൽ 4K വരുന്നുണ്ട്. പണ്ടായിരുന്നു 1080p ഒക്കെ, ഇപ്പോൾ എന്തായാലും 4K വരുന്നുണ്ട്. ഇവിടെ കൊടുത്തിട്ടില്ല. ഐ ഡോണ്ട് നോ വൈ. സോ സ്റ്റേബിളൊക്കെയാണ്, കണ്ടില്ലേ, സ്റ്റേബിളാണ്. ക്വാളിറ്റി ഡീസൻ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ വലിയ ഭയങ്കര ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ക്യാമറ ഈ ഒരു ഫോണിൻ്റെ സ്ട്രെങ്ത് അല്ല. ക്യാമറയിലുള്ള AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AI എൻഹാൻസ് ഉണ്ട്, AI എക്സ്പാൻഡ്, അതായത് ഫ്രെയിമിൻ്റെ സൈസ് കൂട്ടാൻ പറ്റും, AI ഇറേസർ ഉണ്ട്, അതൊക്കെ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഈവൻ AI റിഫ്ലക്ഷൻ റിമൂവറും കൊടുത്തിട്ടുണ്ട്. 12GB 256GB പ്രൈസ് ആണ് 31,999 രൂപ. 12GB 512GB പ്രൈസ് ആണ് 33,999 രൂപ. കൂടെ 2000 രൂപയുടെ ബാങ്ക് ഡിസ്കൗണ്ട് ഒക്കെ വരുന്നുണ്ട്. സോ സ്റ്റാർട്ടിംഗ് ഓഫർ പ്രൈസ് ആണ് 29,999 രൂപ. പിന്നെ നിങ്ങൾ ഈ ഒരു ഫോൺ ഫസ്റ്റ് സെയിൽ ഡേറ്റ്, അതായത് ജൂലൈ 1 അതാണ് ഫസ്റ്റ് സെയിൽ ഡേറ്റ്, അന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് 1 year ഫ്രീ സ്ക്രീൻ ഡാമേജ് പ്രൊട്ടക്ഷൻ കിട്ടും, പ്ലസ് 1 വർഷത്തെ അഡീഷണൽ വാറൻറ്റിയും കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് 2 വർഷത്തെ വാറൻറ്റി ഫസ്റ്റ് ഡേ വാങ്ങിക്കുകയാണെങ്കിൽ കിട്ടും. ഓക്കെ, ബാക്കി ബാങ്ക് ഡിസ്കൗണ്ട് അതിൻ്റെ കൂടെ ഉണ്ടാവും. അത് ഫസ്റ്റ് ഡേ മാത്രമല്ല, ഫസ്റ്റ് സെയിൽ എന്തായാലും ഇത് ഉണ്ടാവും. ബിൽഡ് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും ഡിസ്പ്ലേ, വലിയ ബാറ്ററി, ഫാസ്റ്റ് ചാർജിങ്, 12GB 256GB വേരിയൻറ്റ്. ക്യാമറ മാത്രം എനിക്ക് ഓക്കെ ഡീസൻ്റ് ആയിട്ട് തോന്നി. അത് അപ്ഡേറ്റിലൂടെ വേണമെങ്കിൽ പോക്കോനെ ശരിയാക്കാം. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ തീർച്ചയായിട്ടും പോക്കോ നല്ലോണം സ്കോർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ പ്രൈസ് റേഞ്ചിൽ ഇങ്ങനത്തെ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാം. പിന്നെ ഈ പ്രൈസ് റേഞ്ചിൽ വന്ന iQOO Neo 10 അതിൻ്റെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, ഡീറ്റെയിൽഡ് റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.